PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 5ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും വരുന്ന LGS എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിലും ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏതൊരു പരീക്ഷയ്ക്കും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുൻപ് സോഡിയാക് സോഡിയാക് പബ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അത് വാങ്ങാൻ പറ്റാത്ത കുട്ടികൾ ആ ഒരു പുസ്തകത്തിൻ്റെ PDF വെച്ചിട്ടുള്ള ക്ലാസ് വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് പോലെ ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ക്ലാസ്സൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെവ്കോ LDC 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ഓൾറെഡി 2-3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പുസ്തകം. PSC സോഡിയാക് പബ്ലിക്കേഷൻ്റെ സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് 2023-24 പരീക്ഷകളിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും മാത്രമല്ല ഓരോ ചോദ്യത്തിൻ്റെയും ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് ഓരോ ചോദ്യത്തിനും കൊടുത്തിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പുസ്തകം തന്നെയാണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കേരള സർക്കാർ പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗം അല്ലെ. അപ്പൊ അതിൽ നോക്കാം. ആദ്യത്തെ ചോദ്യം, എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എന്താണ്? എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത്? ലൈഫ് മിഷൻ പദ്ധതി. ഉത്തരം ഓപ്ഷൻ D ആണ്, ലൈഫ് മിഷൻ പദ്ധതി. ഇപ്പൊ ചോദ്യത്തിന്റെ ഉറവിടം കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ അഡീഷണൽ ഫാക്ട്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള. ആർദ്രം പദ്ധതി, കേരളം, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്, ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. കേരള സർക്കാരിന്റെ സമഗ്ര വികസന പദ്ധതിയാണ് ഏത്? നവകേരള മിഷൻ. കേരള സർക്കാരിന്റെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. നവകേരള മിഷനിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ് ഏതൊക്കെ? അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. നവകേരള മിഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നവയിൽ നവകേരള മിഷനിൽ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നവകേരള മിഷനിൽ ഉൾപ്പെടുന്നത്? ഹരിത കേരളം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഏതൊക്കെയാണ്? ഹരിത കേരളം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയാണ് നവകേരള മിഷനിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം പഠിച്ചു വെച്ചേക്കണം. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നുള്ളതാണ് ലൈഫ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം. എന്താണ് ലൈഫ് മിഷൻ? എല്ലാ ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതർക്കും സ്വന്തമായി തൊഴിൽ ചെയ്ത് ഉപജീവനം നിർവഹിക്കുന്നതിനും സമൂഹത്തിന്റെ നടത്തിപ്പിൽ ഭാഗമാകുന്നതിനും സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള സുരക്ഷിതവും മാന്യവുമായ ഭവനങ്ങൾ 5 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ശ്രീ പിണറായി വിജയൻ. ഓക്കെ, ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ ആരാ? മുഖ്യമന്ത്രി. സഹ അധ്യക്ഷൻ ആര്? ലൈഫ് പദ്ധതിയുടെ സഹ അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ആണ് ലൈഫിന്റെ സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലൈഫ് പദ്ധതിയുടെ CEO ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ശ്രീ PB നൂഹ് IAS ആണ് കേട്ടോ. ശ്രീ PB നൂഹ് IAS ആണ് ലൈഫ് പദ്ധതിയുടെ CEO എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് ആർദ്രം. ആർദ്രം എന്ന് പറയുന്നത് എന്താ? രോഗി സൗഹാർദ്ദപരമായ, ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്.
മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ എന്നതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം ചോദിക്കാറുണ്ട്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ എന്നുള്ളതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് ഹരിത കേരളം. ഇതും ഒരുപാട് തവണ ചോദിച്ചതാണ്. എന്താ ഹരിത കേരളം? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. എന്തൊക്കെയാ ലക്ഷ്യമിട്ടത്? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതിയാണ് ഹരിത കേരളം. ഇനി ഇവിടെ ചോദിക്കുന്നതാണ് കാർബൺ ന്യൂട്രൽ കേരള, പരിസ്ഥിതി സൗഹാർദ്ദ കേരളം എന്നീ ലക്ഷ്യങ്ങളോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാർബൺ ന്യൂട്രൽ കേരള, പരിസ്ഥിതി സൗഹാർദ്ദ കേരളം എന്നീ ലക്ഷ്യങ്ങളോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഹരിത കേരളം. കണ്ടോ, ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഫോർ എ ക്ലീൻ ഗ്രീൻ കേരള എന്നുള്ളതാണ് അതിന്റെ ആപ്തവാക്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇതൊക്കെ ഏതിന്റെ കീഴിൽ വരുന്നതാണ്? നവകേരള മിഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? പൊതുവിദ്യാലയങ്ങളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി പരിഷ്കരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തന്നെയാണ്. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ളതാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്, അല്ലെ? അപ്പൊ എന്താണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്? 2018 ഓഗസ്റ്റിൽ സംസ്ഥാനത്ത് നേരിടേണ്ടി വന്ന പ്രളയത്തിന്റെ പ്രത്യാഘാതങ്ങളുടെ ഫലമായി പ്രകൃതി സൗഹൃദ രീതിയിൽ സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ 2018 നമുക്കറിയാം ഏറ്റവും വലിയ പ്രളയം ഉണ്ടായ ഒരു വർഷമാണ്. ആ പ്രളയത്തിന്റെ പ്രത്യാഘാതങ്ങളുടെ ഫലമായിട്ട് പ്രകൃതി സൗഹൃദ രീതിയിൽ സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം, ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനം അല്ലാത്ത മാനദണ്ഡമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം. അങ്ങനെ ഒരു നിബന്ധന നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. അതും നമ്മൾ പഠിച്ചൊരു കണ്ടീഷനാണ്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 18 വയസ്സ് പൂർത്തിയായാലാണോ പൗരത്വം ലഭിക്കുന്നത്? അല്ല, അല്ലേ? അപ്പോൾ ആ ഒരു ഓപ്ഷൻ ആണ് അതിൽ വരാത്തത്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അടുത്തത് 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഒരാളായിരിക്കണം. അതും ശരിയാണ്. അപ്പൊ അതിൽ ഓപ്ഷൻ സി ആണ് അതിൽ പെടാത്തത്. അപ്പൊ ഇതിന്റെ ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഓക്കെ, PIB എന്ന് പറയുന്ന നമ്മുടെ സൈറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ പോളിറ്റിയുടെ ലക്ഷ്മികാന്തിന്റെ പുസ്തകം, ഈ രണ്ടുമാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അഡീഷണൽ ഫാക്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പൗരത്വം എന്ന ആശയം നമ്മുടെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്, അല്ലെ? പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം എത്രയാ? ഭാഗം 2. ഈ ഓരോ പോയിന്റും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പൗരത്വം എന്ന് പറയുന്ന ആശയം എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 2 ആണ്. ആർട്ടിക്കിൾ ചോദിച്ചാലോ? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭ്യമായ ചില മൗലികാവകാശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ മൗലികാവകാശങ്ങളും എന്തല്ല ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല ലഭിക്കുന്നത്, വിദേശികൾക്കും ഒക്കെ ലഭിക്കുന്നതുണ്ട്. പക്ഷെ ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന
കുറച്ച് മൗലിക അവകാശങ്ങളാണ്. അനുച്ഛേദം 15 എന്താ? ജാതി, മതം, വർഗം, ലിംഗം, അല്ലെ, പ്രദേശം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്നുള്ളത്. പിന്നെ 16 അവസര സമത്വം, 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്, 29 മതവുമായി ബന്ധപ്പെട്ടത്, 30 മതവുമായി ബന്ധപ്പെട്ടത്, അല്ലെ. അപ്പോൾ ഈ അപ്പൊ ഇത്രയും അനുച്ഛേദങ്ങളാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ. ഏതൊക്കെയാണ്? അനുച്ഛേദം 15, 16, 19, 29, 30 എന്നിവ. ഇനി ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയ വർഷം എപ്പോഴും ചോദിക്കുന്നതാണ് PSC. ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത് 1955 എന്നുള്ളത്. ഈ 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം ഇന്ത്യയിൽ പൗരത്വം നേടാനുള്ള 5 വഴികൾ ഏതൊക്കെ? അപ്പൊ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ പൗരത്വം നേടാനുള്ള വഴികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഏതൊക്കെയാണ് 5 വഴികൾ? 1 ജന്മസിദ്ധമായ പൗരത്വം, 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, 3 രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, 4 ചിരകാലവാസം മുഖേനയുള്ളത്, 5 പ്രാദേശിക സംയോജനം. ഇതൊക്കെയാണ് ബൈ ബർത്ത്, ബൈ ഡെസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാലവാസം മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം. ഈ 5 രീതിയിലാണ് ഇന്ത്യയിൽ പൗരത്വം നേടാനായിട്ട് കഴിയുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ട് അല്ലെ, 2019 പൗരത്വ ഭേദഗതി നിയമം വന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരായിട്ട് 2014 ഡിസംബർ 31 മുൻപായി ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏതൊക്കെ വിഭാഗമാണ്? ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് 2019. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത്, എല്ലാ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ലോക്സഭ പാസ്സാക്കുന്നത് 2019 ഡിസംബർ 9 കേട്ടോ. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് PIBയിൽ കൊടുത്തിട്ടുള്ളതാണെന്ന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് 2019 ഡിസംബർ 12. പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് എപ്പോഴാ? 2019 ഡിസംബർ 9, രാജ്യസഭ ഡിസംബർ 11, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ 12, പ്രാബല്യത്തിൽ വരുന്നത് പിറ്റത്തെ വർഷം 2020 ജനുവരി 10 എന്നുള്ളത്. ഈ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കും, ഗോവയാണെന്ന് ഓർത്തിരിക്കും. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം, നിയമത്തിനെതിരെ അനുകൂലിച്ചത് ഗോവയാണെങ്കിൽ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത് പഞ്ചാബാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? അത് പുതുച്ചേരിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത നമ്മുടെ പോയിന്റ്സ് നോക്കൂ. 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം പൗരത്വം നഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ എന്തൊക്കെയാണ്? പൗരത്വം നഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ: 1 പരിത്യാഗം അഥവാ ബൈ റിനൻസിയേഷൻ, 2 നിർത്തലാക്കൽ അഥവാ ബൈ ടെർമിനേഷൻ, 3 പൗരത്വ അപഹരണം അഥവാ ബൈ ഡിപ്രീവിയേഷൻ. ഇങ്ങനെയാണ് 3 രീതിയിലാണ് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടാനായിട്ട് പറ്റുന്നത്. ഇനി ഇന്ത്യ സ്വീകരിച്ച പൗരത്വ രീതി നമുക്കറിയാം അല്ലെ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മൾ സ്വീകരിച്ചത്. ഏക പൗരത്വം എന്ന് പറയുന്ന ആശയമാണ് നമ്മുടെ ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റ് ആണ് അല്ലെ. പൗരത്വം അനുവദിക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് എന്ന് ചോദിക്കും. LM സിഗ്വി കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് നിർദ്ദേശിച്ച ഏതാണ്? LM സിഗ്വി കമ്മിറ്റി എന്നുള്ളത് ഓർക്കുക. ഇനി ഇന്ത്യയിൽ ജന്മനായോ ചിരകാലാധിവാസം മുഖേനയോ പൗരനായ വ്യക്തിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആകാം എന്നുള്ളതുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.
അപ്പൊ രാഷ്ട്രപതി ആവുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ആവുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ജന്മനായോ അല്ലെങ്കിൽ ചിരകാല അധിവാസം മുഖേനയോ പൗരനായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാവാം? പ്രസിഡന്റ് ആകാം. എന്നാൽ അമേരിക്കയിൽ ജന്മനാ പൗരനായ വ്യക്തിക്ക് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധിക്കൂ. അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ പറയാണ്, അമേരിക്കയിൽ ജനിക്കുമ്പോൾ തന്നെ അമേരിക്കൻ പൗരനായിട്ടുള്ള ആൾക്കാണ് അവിടെ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ജനിച്ച പൗരനായിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ ചിരകാല അധിവാസം മുഖേന പൗരനായിട്ടുള്ള ആളുകൾക്കും, നമ്മളത് എങ്ങനെയാണ് ചിരകാല അധിവാസം മുഖേന പൗരത്വം നേടുന്നതിനുള്ള 5 രീതികളും നഷ്ടപ്പെടുന്നതിനുള്ള 5 രീതികളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ചിരകാല അധിവാസം മുഖേന ഇന്ത്യൻ പൗരനായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാവാം? പ്രസിഡന്റ് ആവാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം ഏതാണ്? നമുക്കറിയുന്നതാണ് അല്ലേ, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് തട്ടേക്കാട്. ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ചോദ്യം വന്നിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. സ്ഥാപിതമായ വർഷം ചോദിക്കാറുണ്ട്. 1983 കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം സ്ഥാപിക്കപ്പെട്ട വർഷം 1983. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോതമംഗലം താലൂക്കാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണം കൊടുത്തിട്ടുണ്ട് 25.16 ചതുരശ്ര കിലോമീറ്റർ. ഇനി ബാക്കി നമുക്ക് ഓപ്ഷനിൽ കുറേയധികം പക്ഷി സങ്കേതങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സലീം അലിയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായ തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സലീം അലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാന്ന് ചോദിച്ചാലും ഏറ്റവും ആദ്യത്തേത് ചോദിച്ചാലും തട്ടേക്കാട് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇനി സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഓക്കെ, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ വിശേഷിപ്പിച്ചത് സലീം അലിയാണ്. അതുകൊണ്ട് സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അതേപോലെ തന്നെ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. സോ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതവും ഏത് തന്നെ? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളും അത് ഏതൊക്കെ ജില്ലയിലാണെന്നും കൊടുത്തിട്ടുണ്ട്. ചോദിക്കുന്നതാണ്. ഒരു പക്ഷി സങ്കേതം തന്നിട്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. അരിപ്പ പക്ഷി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമാണ് അരിപ്പ പക്ഷി സങ്കേതം. കുമരകം എവിടെയാ? കോട്ടയം. തട്ടേക്കാട് എറണാകുളം. മംഗളവനം എറണാകുളം. ഈ മംഗളവനം സ്ഥിരം ചോദ്യമാണ്. തട്ടേക്കാട് മംഗളവനം ഒക്കെ ചോദിക്കാറുണ്ട്. കടലുണ്ടി മലപ്പുറമാണ്. പാതിരാമണൽ ആലപ്പുഴ. പക്ഷിപ്പാതാളം വയനാട്. പക്ഷിപ്പാതാളവും സ്ഥിരം ചോദിക്കാറുണ്ട്. പക്ഷിപ്പാതാളം എവിടെ സ്ഥിതി? വയനാട് ജില്ലയിൽ. മംഗളവനം എറണാകുളം. മംഗളവനത്തെ കുറിച്ച് ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മംഗളവനം പക്ഷി സങ്കേതമാണ്. അതേപോലെ തന്നെ ചോദിക്കുന്നതാ, കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം തന്നെയാണ്. ഹൈക്കോടതി കെട്ടിടത്തിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് മംഗളവനമാണ്. അതുപോലെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മംഗളം വനമാണ്. മംഗളവനമാണ് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പക്ഷികൾ മാത്രമല്ല, വിവിധ ഇനം ചിലന്തികളുടെ ആകർഷണ കേന്ദ്രമാണ് ഏത്? മംഗളവനം പക്ഷി സങ്കേതം. ചിലന്തികൾ ഉള്ളത് എവിടെയാണ്? മംഗളവനം പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം കൂടിയാണ് മംഗളവനം. കേട്ടോ, കടവാവലുകൾ, ചില ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനത്തിലാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത്, ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതം. മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്നത്. ഇനി സ്ഥിരം ചോദ്യമാണ്, മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം.
മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ പക്ഷി സങ്കേതം. അതേപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്നതും ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്നു. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്നതും ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. ഓക്കെ, അപ്പൊ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്നു. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്നു. മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ഇതൊക്കെ ചോദിച്ചാൽ ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണെന്ന് ഓർക്കുക. ഇനി പക്ഷിപ്പാതാളം നമ്മൾ പറഞ്ഞു വയനാടാണ്. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് സ്ഥിരം ചോദ്യമാണ് കേട്ടോ, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ കൂടുതലും കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ഇനി ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതം അല്ലെങ്കിൽ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്, മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസിലും, അതായത് ചെവിക്കുടയിൽ കാണപ്പെടുന്നുണ്ട്, കശേരുക്കൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്, രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നെയ്സൽ സെപ്റ്റത്തിൽ, ഇതെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്? തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് NCERT +1 ബയോളജി ചാപ്റ്റർ 7 ചോദിച്ചിരിക്കുന്നത്. +1 ബയോളജി ചാപ്റ്റർ 7. നോക്കുക, എന്താണ് തരുണാസ്ഥികൾ? മൂക്ക്, ചെവി എന്നിവയിലൊക്കെ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളെയാണ് നമ്മൾ തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നാസിക അഗ്രം, ചെവിയുടെ ബാഹ്യസന്ധികൾ എന്നീ ഭാഗങ്ങളിലും നട്ടെല്ലിലെ അടുത്തടുത്ത കശേരുക്കൾക്കിടയിലും മുതിർന്നവരുടെ കൈകാലുകളിലെ അസ്ഥികൾക്കിടയിലും സന്ധികളിലും ഒക്കെ കാണപ്പെടുന്നു. എന്ത്? തരുണാസ്ഥി എന്ന് പറയുന്നത്. നാസിക അഗ്രം, നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക്, നാസിക അഗ്രം, ചെവിയുടെ ബാഹ്യസന്ധികൾ, നട്ടെല്ലിലെ അടുത്തടുത്ത കശേരുക്കൾ, കൈകാലുകളിലെ അസ്ഥികൾക്കിടയിൽ സന്ധികളിലൊക്കെ കാണപ്പെടുന്നതാണ് തരുണാസ്ഥികൾ. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. തരുണാസ്ഥിയിലെ കോശാന്തര പദാർത്ഥം, അതായത് ഇന്റർ സെല്ലുലാർ മെറ്റീരിയൽ കട്ടിയുള്ളതും വഴക്കമുള്ളതുമാണ്. ഇത് കല ചുരുങ്ങുന്നതിനെ പ്രതിരോധിക്കുന്നു. തരുണാസ്ഥിയിലുള്ള ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ, കോശാന്തര പദാർത്ഥം കട്ടിയുള്ളതും വഴക്കമുള്ളതുമാണ്. ഇതെന്ത് ചെയ്യുന്നു? കല ചുരുങ്ങുന്നതിനെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കശേരുക്കളിൽ ഭ്രൂണാവസ്ഥയിൽ കാണപ്പെടുന്ന ഭൂരിഭാഗം തരുണാസ്ഥികളും എന്ത് ചെയ്യും? പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അസ്ഥികളായിട്ട് മാറും. അപ്പൊ ഭ്രൂണാവസ്ഥയിൽ കാണപ്പെടുന്ന തരുണാസ്ഥികളെല്ലാം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അസ്ഥികളായിട്ട് മാറും. അസ്ഥികൾ പരസ്പരം തരുണാസ്ഥികളുടെ സഹായത്താൽ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാവുന്ന അവസ്ഥ ചോദിക്കാറുണ്ട്. റുമാറ്റിക് ആർത്രൈറ്റിസ് എന്നും ചോദിക്കാറുണ്ട്, സന്ധിവാദം എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് സന്ധിവാദം അല്ലെങ്കിൽ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാല് തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? സന്ധിവാദം അഥവാ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി സ്ഥിരമായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എവിടെയാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നത് എന്നുള്ളത്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ശ്വാസനാളത്തിന്റെ ഭിത്തിയിലാണ്. അപ്പൊ ശ്വാസനാളത്തിന്റെ ഭിത്തിയാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കും. പിന്നെ നമ്മൾ SCERT പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. അസ്ഥിയും തരുണാസ്ഥിയും ഒക്കെ എന്താണ്? യോജക കലയാണ് അല്ലെ? അസ്ഥി, തരുണാസ്ഥി, രക്തമൊക്കെ യോജക കലയാണ്. അതിൽ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന യോജക കലയാണ് രക്തം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അസ്ഥിയും തരുണാസ്ഥിയും എന്താണ്? സവിശേഷമായ യോജക കലയാണ്, കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി അസ്ഥികൾക്ക് കൂടുതൽ കാഠിന്യം പ്രാധാന്യം ചെയ്യുന്നത് ആരാണ്? കാൽഷ്യം ലവണങ്ങളാണ്. അറിയാലോ, കാൽഷ്യം അസ്ഥികളെ ബലം കൊടുക്കുന്നു. ഇനി തരുണാസ്ഥികൾക്ക് വഴക്കമുള്ള മാട്രിക്സ് പ്രദാനം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു തരുണാസ്ഥിയിലുള്ളത് വഴക്കമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് ആരാ കൊടുക്കുന്നേ? അത് കോൺട്രോയിറ്റിൻ ലവണങ്ങളാണ്. തരുണാസ്ഥികൾക്ക് വഴക്കമുള്ള മാട്രിക്സ് പ്രദാനം ചെയ്യുന്നത്. ഇനി ശരീരത്തിലുടനീളം ഒരു ഷോക്ക് അബ്സോർബറായി പ്രവർത്തിക്കുന്നത് തരുണാസ്ഥിയാണ്. ഉടനീളം ഒരു ഷോക്ക് അബ്സോർബറായി പ്രവർത്തിക്കുന്നത്
തരുണാസ്ഥിയാണ്. ശരീരത്തിൽ കാണപ്പെടുന്ന 3 തരം തരുണാസ്ഥികൾ, ഇതൊക്കെ എക്സ്ട്രാ ഫാക്ട്സ് ആണ്. ശരീരത്തിൽ കാണപ്പെടുന്ന 3 തരം തരുണാസ്ഥികളാണ്. ഒന്ന് ഹൈലിൻ തരുണാസ്ഥി, 2 ഇലാസ്റ്റിക് തരുണാസ്ഥി, 3 ഫൈബ്രോ തരുണാസ്ഥി. ഹൈലിൻ തരുണാസ്ഥി, ഇലാസ്റ്റിക് തരുണാസ്ഥി, ഫൈബ്രോ തരുണാസ്ഥി എന്നിവയാണ് ശരീരത്തിൽ കാണപ്പെടുന്ന 3 തരം തരുണാസ്ഥികൾ. ഇനി ശരീരത്തിലെ ഏറ്റവും സാധാരണ തരുണാസ്ഥിയാണ് ഏത്? ഹൈലിൻ തരുണാസ്ഥി. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സാധാരണ തരുണാസ്ഥിയാണ് ഹൈലിൻ തരുണാസ്ഥി എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ ഹൈലിൻ തരുണാസ്ഥി കാണപ്പെടുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, എവിടൊക്കെയാണ് ഹൈലിൻ തരുണാസ്ഥി കാണപ്പെടുന്നത്? സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്ത്, വാരിയെല്ലുകൾക്കിടയിൽ, നാസികാദ്വാരങ്ങൾ, നെയ്സൽ സെപ്റ്റം, ഇത്രയും ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഹൈലിൻ തരുണാസ്ഥി എന്ന് പറയുന്നത്. സാധാരണ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു തരുണാസ്ഥിയാണ് ഹൈലിൻ തരുണാസ്ഥി. എവിടെയൊക്കെ കാണപ്പെടുന്നത്? സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്ത്, വാരിയെല്ലുകൾക്കിടയിൽ, നാസികാദ്വാരങ്ങളിൽ, നെയ്സൽ സെപ്റ്റത്തിൽ. ഇനി അസ്ഥികളുടെ അറ്റത്തുള്ള ഹൈലിൻ തരുണാസ്ഥി അറിയപ്പെടുന്നതാണ് ആർട്ടിക്കുലർ തരുണാസ്ഥി എന്ന് പറയുന്നത്. അസ്ഥികളുടെ അറ്റത്ത് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്ത്. അസ്ഥികളുടെ അറ്റത്ത് കാണപ്പെടുന്ന ഹൈലിൻ തരുണാസ്ഥിയാണ് ആർട്ടിക്കുലർ തരുണാസ്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇലാസ്റ്റിക് തരുണാസ്ഥി? അതായത് ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ള തരുണാസ്ഥി, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തരുണാസ്ഥിയാണ് ഇലാസ്റ്റിക് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ ഇലാസ്റ്റിക് തരുണാസ്ഥി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ബാഹ്യകർണം, യൂസ്റ്റേഷ്യൻ നാളി, ശ്വാസനാളം എന്നിവയാണ് കാണപ്പെടുന്നത്. ഹൈലിൻ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു സന്ധികൾ രൂപപ്പെടുന്ന അസ്ഥികളുടെ അറ്റത്തും, വാരിയെല്ലുകൾക്കിടയിലും, നാസികാദ്വാരത്തിലും, നെയ്സൽ സെപ്റ്റത്തിലും ഒക്കെയാണ്. ഇലാസ്റ്റിക് തരുണാസ്ഥി കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? ബാഹ്യകർണം, യൂസ്റ്റേഷ്യൻ നാളി, ശ്വാസനാളം എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇനി കട്ടിയുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ച കടുപ്പമുള്ള തരുണാസ്ഥിയാണ് ഫൈബ്രോ കാർട്ടിലേജ്. എന്താണ് ഫൈബ്രോ കാർട്ടിലേജ്? കട്ടിയുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ച കടുപ്പമുള്ള തരുണാസ്ഥിയാണ് ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ ഫൈബ്രോ കാർട്ടിലേജ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ കട്ടിയുള്ളതാണെന്നാണ് നമ്മൾ പറയുന്നത്, കടുപ്പമുള്ളതാണ്. സോ കാൽമുട്ടിലെ മെനിസിക്സ്, ഓക്കെ. ഇനി നട്ടെല്ലിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകളിൽ, ശരീരത്തിലുടനീളമുള്ള പേശികളിൽ, ടെൻഡനുകളിൽ, ലിഗമെന്റുകളിലൊക്കെയാണ് ഫൈബ്രോ കാർട്ടിലേജ് കാണപ്പെടുന്നത്. മെനിസ്കസ് കേട്ടോ, കാൽമുട്ടിലെ മെനിസ്കസ്, അതുപോലെ തന്നെ നട്ടെല്ലിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകളിൽ, ശരീരത്തിലുടനീളമുള്ള പേശികളിൽ, ടെൻഡനുകളിൽ, ലിഗമെന്റുകളിലൊക്കെയാണ് ഫൈബ്രോ കാർട്ടിലേജ് കാണപ്പെടുന്നത് എന്നുള്ളത് ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത്? എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകമാണ് ഏത്? ഓപ്ഷൻ എ, ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് SCERT സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ ചാപ്റ്റർ 5 നിന്നുമാണ് ചോദിച്ചത്. അപ്പോൾ ബാക്കി നമുക്ക് SCERT NCERT ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യവും ഫോസ്ഫറസും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? എല്ലുകളിലും പല്ലുകളിലുമാണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഒക്കെ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ കാൽഷ്യവും ഫോസ്ഫറസും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? എല്ലുകളിലും പല്ലുകളിലുമാണ്. ദിവസേന 100 മില്ലിഗ്രാമിന് മുകളിൽ ഭക്ഷണത്തിൽ ആവശ്യമുള്ള ധാതുക്കൾ, നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുമ്പോൾ ഒരു 100 മില്ലിഗ്രാമിന് കൂടുതൽ, 100 മില്ലിഗ്രാമിന് മുകളിൽ ആവശ്യമുള്ള ധാതുക്കൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം എന്നിവയാണ്. എന്തൊക്കെയാണ് 100 മില്ലിഗ്രാമിന് മുകളിൽ വേണ്ടത്? കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം എന്നിവയാണ്. ഇനി ദിവസേന 100 മില്ലിഗ്രാമിൽ താഴെ മാത്രം ആവശ്യമുള്ള സാധനങ്ങളാണ് ഇരുമ്പ്, മോളിബ്ഡനം, സിങ്ക്, സെലിനിയം, ഫ്ലൂറിൻ, കോഫർ, മാംഗനീസ്, അയഡിൻ, കൊബാൾട്ട്, ക്രോമിയം. ഇതൊക്കെ 100 മില്ലിഗ്രാമിൽ താഴെ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആവശ്യമായിട്ടുള്ളത്, അതായത് 100 മില്ലിഗ്രാമിലും താഴെ ആവശ്യമായിട്ടുള്ള ധാതുക്കളെയാണ് നമ്മൾ ട്രേസ് മിനറൽസ് എന്ന് പറയുന്നത്. ഈ ധാതുക്കളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രേസ് മിനറൽസ്. കുറച്ച് എമൗണ്ട് മാത്രം മതി രീതിയിൽ. ഓക്കെ, ഇനി എല്ലുകളിലും പല്ലുകളിലും 99% മൃദുവായ കോശങ്ങളിലും രക്തത്തിൽ 1% എന്ത് കാണപ്പെടുന്നു? കാൽഷ്യം കാണപ്പെടുന്നു. അപ്പോൾ കാൽഷ്യം എല്ലുകളിലും പല്ലുകളിലും 99%,
50% കാണപ്പെടുന്നുണ്ട്. മൃദുവായ കോശങ്ങളിലും രക്തത്തിലും 1% കാൽഷ്യം കാണപ്പെടുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി കാൽഷ്യം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് പോലുള്ള പേശി സങ്കോചങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പ് പോലുള്ള പേശി സങ്കോചങ്ങൾക്ക് സഹായിക്കുന്നത് കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കുന്നതിനും നാഡീ ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാനും കാൽഷ്യം ആവശ്യമാണ്. കാൽഷ്യം എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം മാത്രമല്ല, ഹൃദയമിടിപ്പ് പോലുള്ള പേശി സങ്കോചങ്ങൾക്ക് സഹായിക്കുന്നത് കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കുന്നതിനും നാഡീ ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാനും എന്താവശ്യമാണ്? കാൽഷ്യം ആവശ്യമാണ്. കൂടാതെ പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും വ്യാപിക്കാൻ സഹായിക്കുന്ന കോശസ്തരങ്ങളുടെ പ്രവേശനക്ഷമത നിലനിർത്തുന്നതും ആര് തന്നെയാണ്? കാൽഷ്യം തന്നെയാണ്. നമുക്ക് ചോദ്യം വരുന്ന ഭാഗമാണ് കാൽഷ്യത്തിന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാ? ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ടെറ്റനി. ഇത് മൂന്നുമാണ് കാൽഷ്യത്തിന്റെ അപര്യാപ്തത രോഗം. ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ടെറ്റനി. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ? അതായത് എല്ലുകൾ അസാധാരണമായിട്ട് ഒടിയുക, പൊടിയുക. ഇത് രണ്ടുമാണ് ഓസ്റ്റിയോപോറോസിസ്. എല്ലുകൾ അസാധാരണമായിട്ട് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്നതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇനി എല്ലുകളുടെ ഗുണമേന്മ കുറയുകയും എന്നാൽ അളവിൽ വ്യത്യാസം വരാതിരിക്കുകയും ചെയ്യുന്നതാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ തെറ്റാതിരിക്കാൻ വേണ്ടി ഓർത്താൽ മതി. എല്ലുകൾ ഒടിഞ്ഞ് പൊടിഞ്ഞ് ഓട്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓട്സ് പോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപോറോസിസ്. ഇനി എല്ലുകളുടെ ഗുണമേന്മ കുറയുകയും എന്നാൽ അളവിൽ ഒന്നും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് ഓസ്റ്റിയോമലേഷ്യ ആണ്. ഇനി എന്താണ് ടെറ്റനി എന്ന് പറയുന്നത്? രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് ആവശ്യത്തിലും കുറയുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ടെറ്റനി. കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ടെറ്റനി എന്ന് പറയുന്നത്. ഇനി ഇരുമ്പിന്റെ 90% കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു. ചുവന്ന രക്താണുക്കളിലാണ്. ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹീം എന്ന് വിളിക്കുന്നത്. ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് SCERT-യിലുള്ള ഒരു കോളമാണ് ഒരു ഘടകങ്ങളും അതിന്റെ പ്രവർത്തനവും അത് കാണപ്പെടുന്നത് എന്തിലൊക്കെയാണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഇരുമ്പ്. ഇനി കാൽഷ്യം, ഫോസ്ഫറസ് നമ്മൾ പറഞ്ഞു എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും സന്ധികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമാണ്. സോഡിയം നമുക്കറിയാം ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ സഹായിക്കുന്നതാണ് സോഡിയമാണ്. അയഡിൻ ആണെങ്കിലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഏതൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്കറികൾ, മത്തൻ, ശർക്കരകളിലൊക്കെ കാണപ്പെടുന്നത്. ഇനി കാൽഷ്യം, ഫോസ്ഫറസ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറി. സോഡിയം നമുക്കറിയാം കറിയുപ്പ് അല്ലേ. ഈ അയഡിൻ എന്ന് പറയുന്നത് കൂടുതൽ കടൽ വിഭവങ്ങളിലാണ് കാണപ്പെടുന്നത്. അയഡിൻ ചേർത്തിട്ടുള്ള ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, കടൽ വിഭവങ്ങളിലാണ് അയഡിൻ എന്നുള്ളതും ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, COVID-19 കാരണമായ സൂക്ഷ്മജീവിയാണ് ചോദിച്ചിരിക്കുന്നത്. കോവിഡ് എന്ന് പറയുന്നത് വൈറസ് ആണ് അല്ലെ, നമ്മൾ കൊറോണ വൈറസ് എന്നല്ലേ പറയുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈറസ് ആണ് അല്ലെ. COVID-19 കാരണമായ സൂക്ഷ്മജീവി വൈറസ് ആണ്. ചോദ്യത്തിന്റെ ഉറവിടം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ അതിന്റെ അഡീഷണൽ ഫാക്ട്സ് നോക്കുക. SARS-CoV-2 വൈറസ് മൂലം ഉണ്ടാവുന്ന ഒരു പകർച്ചവ്യാധിയാണ് കൊറോണ വൈറസ് രോഗം. SARS-CoV-2 വൈറസ് മൂലം ഉണ്ടാവുന്ന പകർച്ചവ്യാധിയാണ് കൊറോണ വൈറസ് രോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്നത്. 2019 COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ചൈനയിലെ വുഹാനിലാണ്. 2019 COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ സ്ഥിരം ചോദ്യമാണ് അല്ലെ. താഴെ തന്നിരിക്കുന്ന ബാക്ടീരിയ രോഗം ഏതാണ്, അല്ലെങ്കിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാ? ക്ഷയം, കുഷ്ഠം, ഡിഫ്തീരിയ, കോളറ, ടെറ്റനസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, ആന്ത്രാക്സ്, എലിപ്പനി, പ്ലേഗ്. ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, കുഷ്ഠം, ഡിഫ്തീരിയ, കോളറ, ടെറ്റനസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, ആന്ത്രാക്സ്, എലിപ്പനി, പ്ലേഗ് എന്നിവ. ഇനി വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റുബെല്ല, വസൂരി, ചിക്കൻ പോക്സ്, പേവിഷബാധ, അഞ്ചാം പനി, എയ്ഡ്സ്, സാഴ്സ്, പക്ഷിപ്പനി, പന്നിപ്പനി, എബോള. ഏതൊക്കെയാണ്?
റുബല്ല, വസൂരി, ചിക്കൻ ബോക്സ്, പേവിഷബാധ, അഞ്ചാം എയ്ഡ്സ്, സാൾസ്, പക്ഷിപ്പനി, പന്നിപ്പനി, എബോള. ഇത്രയും വൈറസ് രോഗങ്ങളാണ്. ഈ ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട്, കാൻഡിഡിയാസിസ്, ആസ്പെർജിലോസിസ്. ഇതെല്ലാം ഫംഗസ് രോഗങ്ങളാണ്. വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട്, കാൻഡിഡിയാസിസ്, ആസ്പെർജിലോസിസ് ഫംഗസ് രോഗങ്ങൾ. ഈ പ്രോട്ടോസോവ രോഗങ്ങളാണ് മലമ്പനി, അമീബിയാസിസ്, ട്രൈക്കോമോണിയാസിസ്. മലമ്പനി, അമീബിയാസിസ്, ട്രൈക്കോമോണിയാസിസ്. ഇത്രയുമാണ് പ്രോട്ടോസോവ രോഗങ്ങൾ എന്ന് പറയുന്നത്. ആണ്. ഇനി ചൈനയിലാണ് അല്ലെ, വുഹാനിലാണ് ആദ്യം COVID-19 റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു. അത് തായ്ലൻഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്, തൃശ്ശൂരിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ചത് കേരളത്തിലെ തൃശ്ശൂരിലാണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത ചോദ്യം, ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ശ്വസന വാതകങ്ങളാണ്. ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. SCERT-യിലുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ശ്വസനവാതകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ശ്വസനവാതകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ശ്വസനവാതകങ്ങളുടെ കൈമാറ്റം നടക്കുന്നത് വായു അറകളിലാണ്. ശ്വസനവാതകങ്ങളുടെ കൈമാറ്റം എവിടെയാണ്? വായു അറകളിലാണ്. വായു അറകളെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത് രക്തലോമികൾ. വായു അറകളെ ആവരണം ഭാഗമാണ് രക്തലോമികകൾ എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഫോളോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഉച്ഛ്വാസവേളയിൽ എന്താ സംഭവിക്കുക? വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവാണ് നമ്മൾ സമയം. ഇനി ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ ഓക്സിജന്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതൽ. രണ്ടും തിരിച്ചാണ്, ഓർത്തിരിക്കണം. വായു അറകളിൽ എന്താ കൂടുതൽ? ഓക്സിജന്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. എന്നാൽ രക്തലോമികകളിൽ ഓക്സിജന്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢതയായിരിക്കും കൂടുതലായിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ്. ഇനി വായു അറകളിൽ നിന്നും ഓക്സിജൻ രക്തലോമികകളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്കും എങ്ങനെയാണ് വിനിമയപ്പെടുത്തുക? ഡിഫ്യൂഷനിലൂടെയാണ്. ഈ രക്തലോമികകളിൽ എത്തുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രക്തലോമികകളിൽ എത്തുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ഓർത്തിരിക്കുക. ഓക്സി ഹീമോഗ്ലോബിൻ കലകളിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കും. കലകളിലെ കോശങ്ങളിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ശ്വസന ഫലമായിട്ട് കോശങ്ങളിൽ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എന്ത്? ശ്വസന ഫലമായിട്ട് ഉൽപ്പന്നം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും. ഫലമായിട്ട് കോശങ്ങളിൽ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്ന് പറയുന്നത്. ഇനി കോശങ്ങളിലെ കാർബൺ ഡൈ ഓക്സൈഡ് രക്തലോമികകളിൽ എത്തി ഹീമോഗ്ലോബിനുമായി ചേർന്ന് ലഭിക്കുന്നതാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. കോശങ്ങളിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? രക്തലോമികകളിൽ എത്തിയിട്ട് അവിടെയുള്ള ഹീമോഗ്ലോബിനുമായി ചേരും. അതാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇനി രക്തലോമികകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അരുണ രക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ചിട്ടുണ്ടാവുന്നതാണ് എന്താ? ബൈകാർബണേറ്റ് കേട്ടോ. കോശങ്ങളിലെ കാർബൺ ഡൈ ഓക്സൈഡ് രക്തലോമികകളിൽ എത്തി ഹീമോഗ്ലോബിനുമായി ചേർന്ന് ലഭിക്കുന്നത് കാർബമിനോ ഹീമോഗ്ലോബിനും. രക്തലോമികകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അരുണ രക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? ബൈകാർബണേറ്റ്. ഇനി ശ്വാസകോശങ്ങളിൽ വെച്ച കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് സ്വതന്ത്രമാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കോശശ്വസന ഫലമായി ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നിശ്ചിത അളവിനേക്കാൾ കൂടുന്നത് ശരീര സുസ്ഥിരതയ്ക്ക് ഹാനികരം. നമ്മുടെ കോശശ്വസനത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ നിശ്ചിത അളവിനേക്കാൾ കൂടുന്നത് നല്ലതല്ല എന്നുള്ളത് ഓർക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടാകും. കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു എന്നുള്ളത്. ഇനി കാർബോണിക് ആസിഡിന്റെ അളവ് ഉയരുന്നത് ശരീരത്തിനുള്ളിൽ അസിഡിറ്റി ഉയരുന്നതിന് കാരണമാകും. കാർബോണിക് ആസിഡിന്റെ അളവ് കൂടി അസിഡിറ്റി കൂടും. അസിഡിറ്റി ഇമ്പോർട്ടൻ്റ്. അടുത്ത ചോദ്യം, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലെങ്കിൽ
കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം, കോഴിക്കോട്. അപ്പൊ കോഴിക്കറിക്കൊക്കെ നല്ല സുഗന്ധമാണെന്നുള്ള രീതിയിലൊക്കെ ഗവേഷണ കോഴിക്കോട് എന്നുള്ളത് ഓർത്തിരിക്കുക. ചോദ്യത്തിന്റെ ഉറവിടം SCERT സ്റ്റാൻഡേർഡ് 7 ആണ്. അതിൽ ചാപ്റ്റർ 1 എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഗവേഷണ കേന്ദ്രങ്ങളും ആസ്ഥാനങ്ങളും നമുക്ക് ഇവിടെ ഫോളോ ആയിട്ട് കൊടുക്കും. അപ്പൊ ഏതൊക്കെയാ പഠിക്കേണ്ടത്? ആദ്യത്തേത് മണ്ണ് സംരക്ഷണ കേന്ദ്രം കോന്നിയാണ്. കാർഷിക ഗവേഷണ കേന്ദ്രം ചോദിച്ചു, സംരക്ഷണ കേന്ദ്രം ചോദിച്ചു, കാർഷിക ഗവേഷണ കേന്ദ്രം ചോദിച്ചെങ്കിൽ ഏതാണ്? മണ്ണൂർ. അടുത്ത ആരോമാറ്റിക് ആൻഡ് ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. ആരോമാറ്റിക് ആൻഡ് ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം ഓടക്കാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ IFSRS എന്ന് പറയുന്നത് കരമനയിലാണ് സ്ഥിതി. അടുത്തത് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എവിടെയാ? സദാനന്ദപുരമാണ്. കൊട്ടാരക്കരയിലെ സദാനന്ദപുരമാണ് ഫാമിംഗ് സിസ്റ്റംസ് റിസർച്ച് സ്റ്റേഷൻ. അടുത്ത അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടിയിലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് പുതുപ്പള്ളിയാണ്. കോട്ടയത്തെ പുതുപ്പള്ളിയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കേരള ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ചോദിച്ചാലും കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കാം. ഇനി അടുത്ത ചോദ്യം, AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്കാണ് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രക്തഗ്രൂപ്പ് ABക്ക് മാത്രം. AB-ക്കാർക്ക് മാത്രമാണ് രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റുക. ചോദ്യത്തിന്റെ ഉറവിടം NCERT +1 ബയോളജി ചാപ്റ്റർ 18. NCERT +1 ബയോളജി ചാപ്റ്റർ 18 ആണ്. AB രക്തഗ്രൂപ്പുള്ള ആൾക്ക് AB രക്തഗ്രൂപ്പ് ദാനം ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഒരു കോളം തന്നിട്ടുണ്ട്. ആ കോളമാണ് ഇവിടെ കൊടുത്തത്. രക്തഗ്രൂപ്പ് ഓപ്ഷൻ A എന്ന് പറയുന്നത് ആർക്കൊക്കെ നൽകാം? ഓക്കെ, SCERT ആന്റിജനും ആന്റിബോഡിയും വെച്ചിട്ടുള്ള ഒരു കോളമാണ്. ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഓപ്ഷൻ A എന്ന് പറയുന്നത് രക്തഗ്രൂപ്പ് A എന്ന് പറയുന്ന ആർക്കൊക്കെയാണ് നൽകാൻ പറ്റുക? Aക്കും നൽകാം, ABക്കും നൽകാം. ഓക്കെ, സ്വീകരിക്കാൻ പറ്റുന്നത് Aയിൽ നിന്നും Oയിൽ നിന്നും സ്വീകരിക്കാം. ഇനി B ആണെങ്കിൽ ആർക്കൊക്കെ നൽകാം? Bക്കും നൽകാം, ABക്കും നൽകാം. സ്വീകരിക്കുന്നത് Bയിൽ നിന്നും Oയിൽ നിന്നും മാത്രം. ഇനി AB ആണെങ്കിൽ ആർക്കൊക്കെ നൽകാൻ പറ്റും? ABക്ക് മാത്രമാണ് ദാനം ചെയ്യാൻ പറ്റുള്ളൂ. സ്വീകരിക്കുന്നത് Aയിൽ നിന്ന് സ്വീകരിക്കാം, Bയിൽ നിന്ന് സ്വീകരിക്കാം, ABയിൽ നിന്ന് സ്വീകരിക്കാം. ഇനി Oക്കാർക്കാണെങ്കിലോ എല്ലാ ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും. Oക്കാർക്ക് Aക്കും Bക്കും ABക്കും Oക്കും ഒക്കെ കൊടുക്കാം. പക്ഷെ സ്വീകരിക്കാൻ പറ്റുന്നത് Oയിൽ നിന്നും മാത്രമാണ് എന്നത് ഓർക്കുക. ഓക്കെ അല്ലേ? ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് O. എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് AB ആണെന്നുള്ളത് ഓർക്കുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O പോസിറ്റീവ്. O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന AB നെഗറ്റീവ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് O പോസിറ്റീവും ഏറ്റവും കുറവ് കാണപ്പെടുന്നത് AB. അപൂർവമായി കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. ബോംബെ ഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ്? ഡോക്ടർ YM ബെൻഡെ ആണ് കേട്ടോ. YM ബെൻഡെ ആണ് ബോംബെ ഗ്രൂപ്പ് കണ്ടെത്തിയത് എന്നുള്ളത് ഓർക്കുക. ഇനി രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിനുള്ള ആധാരം SCERT NCERT ഫാക്ട്സ് ആണ്. രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിനുള്ള ആധാരം എന്താ? ആരുടെ രക്താണുവിന്റെ ഉപരിതലത്തിലുള്ള AB ആന്റിജനുകളുടെ സാന്നിധ്യം നോക്കിയിട്ടാണ് രക്ത ഗ്രൂപ്പുകളാക്കുന്നത്. ഏത് ആന്റിജൻ ആണ് രക്തത്തിലുള്ളത് ആ ആന്റിജന്റെ പേരാണ് നൽകുക. A എന്ന് പറയുന്ന ആന്റിജൻ ആണെങ്കിൽ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്, B ആണെങ്കിൽ B, അങ്ങനെയാണ് പേര് നൽകുന്നത്. അപ്പൊ പ്രധാന രക്തഗ്രൂപ്പുകളാണ് Aയും Bയും ABയും Oയും എന്ന് പറയുന്നത്. ഇനി A ഗ്രൂപ്പ് രക്തത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡി ഏതായിരിക്കും? ആന്റിബോഡി B ആയിരിക്കും. Aയിലാണെങ്കിൽ A ആന്റിജനും B ആന്റിബോഡി ആയിരിക്കും. ഇനി B ഗ്രൂപ്പ് രക്തത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡി ഏതായിരിക്കും? B ഗ്രൂപ്പിലാണെങ്കിൽ ആന്റിജൻ Bയും ആന്റിബോഡി A ആയിരിക്കും. അത് നമുക്ക് SCERT തന്നിട്ടുണ്ട്. രക്തഗ്രൂപ്പ് A ആണെങ്കിൽ ആന്റിജൻ A ആന്റിബോഡി B. രക്തഗ്രൂപ്പ് B ആണെങ്കിൽ ആന്റിജൻ B ആന്റിബോഡി A. AB ആണെങ്കിലോ
ആൻറ്റിജൻ എയും ബിയും, ആൻറ്റിബോഡി ഇല്ല. ഓയിലാണെങ്കിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കും. ഈ എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിന്റെ കോശസ്തരത്തിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിജൻ ഡി ആണ്, അഥവാ RH ഫാക്ടർ RH ഫാക്ടർ എന്ന് പറയും. ഈ RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് രക്തഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പോസിറ്റീവ് രക്തഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. RH ഘടകം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നെഗറ്റീവ് രക്തഗ്രൂപ്പുകൾ എന്ന പേരിൽ. RH ഉള്ളത് പോസിറ്റീവും RH ഘടകം നെഗറ്റീവ് ആണ്. ഇനി O ഗ്രൂപ്പ് രക്തം ഏത് രക്തഗ്രൂപ്പുള്ളവർക്കും സ്വീകരിക്കാം. അപ്പൊ O എന്ന് പറയുന്ന രക്തഗ്രൂപ്പുള്ളവരെ നമ്മൾ സാർവത്രിക ദാതാക്കൾ എന്നാണ്. O ഗ്രൂപ്പ് എന്ന് പറയുന്ന രക്തം എന്ത് ചെയ്യാം? ഏത് ഗ്രൂപ്പുള്ളവർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ O രക്തഗ്രൂപ്പിനെ നമ്മൾ പറയും സാർവത്രിക ദാതാക്കൾ, യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയും. അപ്പൊ എ ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പുള്ളവർക്ക് ഏത് തരത്തിലുള്ള രക്തഗ്രൂപ്പുള്ളവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് എ ബിയെ നമ്മൾ സാർവത്രിക സ്വീകർത്താവ്, യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് പറയാറുണ്ട്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ്. അടുത്തത്, എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കില്ല. കാരണം അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിന്റെ രക്തത്തിലെ ആന്റിജൻ സ്വീകർത്താവിന്റെ രക്തത്തിലെ ആന്റിബോഡിയും പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ രക്തവും നമുക്ക് പറ്റില്ല, സ്വീകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാൻ ആണ്. കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് ഒക്കെ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതിന്റെ ചോദ്യത്തിന്റെ ഉറവിടം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. അഡീഷണൽ ഫാക്ട്സ് നോക്കാം. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പൊ ഇത്രയും 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. പശ്ചിമഘട്ടം നമുക്കറിയാം അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായിട്ട് എവിടം മുതൽ എവിടം വരെ? ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ എത്ര ദൂരത്തിൽ? 1600 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്മെന്റ് എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. ഗ്രേറ്റ് എസ്കാർപ്മെന്റ് എസ്കാർപ്മെന്റ് എന്ന പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി വീതി കൊടുത്തിട്ടുണ്ട്. 80 കിലോമീറ്റർ ആണ് ശരാശരി വീതി. ശരാശരി ഉയരം എന്ന് പറയുന്നത് 1200 മീറ്റർ എന്ന് NCERT ക്ലാസ് 9 പ്രകാരം 900 to 1600 മീറ്റർ എന്നും പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന് കേരളത്തിലെ ശരാശരി ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ 900 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ കേരളത്തിലെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി എന്താണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിക്കാറുണ്ട്. നീലഗിരിമല. പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് നീലഗിരിമല എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഘട്ട് എന്ന് പറയുന്നത് മുംബൈ ടു പൂനെയാണ്. താൽഘട്ട് ബന്ധിപ്പിക്കുന്നത് മുംബൈനെയും നാസിക്കിനെയും തമ്മിലാണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ. ചെങ്കോട്ട ചുരം ബന്ധിപ്പിക്കുന്നത് കൊല്ലം ടു മധുരയാണ്. അപ്പൊ ബോർഘട്ട് ചുരം മുംബൈനെയും പൂനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ബോർഘട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവിടെ മുംബൈ പോയി കഴിഞ്ഞാൽ മുംബൈനെയും പൂനെയും തമ്മിലാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുംബൈ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഘട്ട് മുംബൈ ടു പൂനെ. താൽഘട്ട് എന്ന് പറയുന്നത് മുംബൈനെയും നാസിക്കിനെയും ഓർത്താൽ മതി. അതായത് താലിഘട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് താലി കെട്ടുന്ന സമയത്ത് ഈ നാസിക് ഡോളൊക്കെ ഉണ്ടാവും നമ്മുടെ താലികെട്ടിന് മുമ്പേ രീതിയിൽ. താലികെട്ടിന് മുമ്പേ നാസിക്. ഇനി പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും അറിയാം അല്ലെ, പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും. ചെങ്കോട്ട എന്ന് പറയുന്നത് കൊല്ലം ടു മധുരയാണ് ചെങ്കോട്ട
ചുരം കൊല്ലത്തിനെയും മധുരനെയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പശ്ചിമഘട്ടം വടക്ക് സത്പുര പർവ്വതനിരകളിൽ നിന്ന് ആരംഭിച്ച് തെക്ക് ഗോവ കടന്ന് കർണാടകയിലൂടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കന്യാകുമാരിയിലാണ് അവസാനിക്കുന്നത്. വടക്ക് സത്പുര പർവ്വതനിരകളിൽ നിന്നും ആരംഭിച്ച് തെക്ക് ഗോവ കടന്ന് കർണാടകയിലൂടെ കേരളത്തിലെയും തമിഴ്നാട്ടിലേക്കും പോയി കന്യാകുമാരി അവസാനിക്കുന്നത്. പശ്ചിമഘട്ടം മലനിരകൾ ബ്ലോക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ്, ബ്ലോക്ക് മൗണ്ടെയിൻസ് ഉദാഹരണമാണ് എന്ന് കൊടുത്തു. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ നമ്മൾ പറഞ്ഞു നീലഗിരിമല എന്നറിയപ്പെടുന്നു. അതേപോലെ കേരളത്തിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സഹ്യപർവ്വതം. മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പശ്ചിമഘട്ടം അംഗീകരിക്കപ്പെട്ടു ഏത് വർഷമാണ്? 2012 ജൂലൈ 1 2012 ജൂലൈ 1 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആര് വരുന്നത്? പശ്ചിമഘട്ടം. ഇനി ഉയർന്ന തോതിലുള്ള ജൈവ വൈവിധ്യവും പ്രാദേശികതയും കാരണം ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിന്റെ 4 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിന്റെ 4 ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതിലൊന്ന് ഏതാണ്? പശ്ചിമഘട്ടമാണ്. ബാക്കി 3 ഏതാ? ഹിമാലയം, ഇൻഡോ ബർമ റീജിയൻ, സുൻഡാലാൻഡ് കേട്ടോ. ഹിമാലയം, ഇൻഡോ ബർമ റീജിയൻ, സുൻഡാലാൻഡ്, പശ്ചിമഘട്ടം. ഇതാണ് 4 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് പറയുന്നത്. പശ്ചിമഘട്ടത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പൂർവ്വഘട്ടം പറയണ്ടേ? എന്താണ് പൂർവ്വഘട്ടം? ഇന്ത്യയുടെ കിഴക്കൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന തുടർച്ചയില്ലാത്ത മലനിരകളാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവയാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്നത് പറയുന്നത്. ഇനി നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ആണ്. ഉയരം ചോദിക്കാറുണ്ട്. 2695. 2690. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ആനമുടിയാണ്. സോ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണല്ലോ അല്ലെ? നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ധ്രുവ പ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശങ്ങളെക്കാൾ കൂടുതലായിരിക്കും. ധ്രുവ പ്രദേശങ്ങളിൽ നമുക്കറിയാം അവിടെ 6 കുറവാണ്. 6 കുറയുമ്പോൾ എന്ത് കൂടും? ജിയുടെ മൂല്യം കൂട്ടും. ആണെന്നൊക്കെ നമ്മൾ. അടുത്ത, ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അതും ശരിയാണ്. ഒരു ആനയും ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമാണ് പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളുടെ മാസിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല, അതിന്റെ ഭാരത്തെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് വാല്യൂ എന്ന്. സോ അതും ശരിയാണ്. സോ 4 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ ചോദ്യത്തിന്റെ ഉറവിടം SCERT സ്റ്റാൻഡേർഡ് 9 ഫിസിക്സ് ചാപ്റ്റർ 4 ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് SCERT ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് എന്തുണ്ടാവും? ത്വരണം ഉണ്ടാവുന്നുണ്ട്. ഈ ത്വരണത്തെയാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുക, ജി എന്ന് പറയുന്നത്. വാല്യൂസിന് തന്നത് എന്താണ്? ജി ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതിന് കാരണമായിട്ടുള്ള ത്വരണം എന്ന് പറയുന്നതാണ് ത്വരണം. ഒരു വസ്തുവിന് മേൽ ഇപ്പൊ ഭൂഗുരുത്വ ത്വരണത്തിന്റെ ഇക്വേഷൻ ആണ് Gm/r². Gm/r² എന്ന് പറയുന്നത്. ജി എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എം എന്ന് പറയുന്നത് എന്താ? പിന്നെ റേഡിയസ്. ഓക്കെ. ഇനി ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വസ്തുവിനുമേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ഗുരുത്വാകർഷണ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഭൂമിയുടെ ഉള്ളിലോട്ടാണ് പോകുന്നതെങ്കിലും എന്ത് ചെയ്യും? ഗുരുത്വാകർഷണ ബലം കുറയും. ഇനി ഒരു വസ്തുവിന് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്? ഭൂമിയുടെ
ആരം കുറഞ്ഞ ഭാഗത്ത് ഒരു വസ്തുവിന് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഭൂമിയുടെ ആരം കുറഞ്ഞ ഭാഗത്താണ്. അപ്പൊ ആരം എവിടേക്കാണ് കുറയുന്നത്? കുറയുന്നത് ധ്രുവപ്രദേശത്താണ് കുറയുന്നത് പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്ന അതിനു ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കും. അതുകൊണ്ട് ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം എത്രയായിരിക്കും? 0 ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0. ഇനി ഗുരുത്വാകർഷണം മൂലമുണ്ടാവുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു ആനയും ഉറുമ്പും ജി എന്ന് പറയുന്നത് രണ്ടു പേർക്കും തുല്യമാണ്. കാരണം ആനയുടെയോ ഉറുമ്പിന്റെയോ മാസ് എന്ന് പറയുന്നത് അല്ലെ, മാസിനെ അവിടെ ആശ്രയിക്കുന്നില്ല. സാധനമാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞ സാധനമാണെങ്കിലും രണ്ടും ഒരുമിച്ച് വീഴുന്ന സമയത്ത് ജി എന്ന് പറയുന്നത് രണ്ടിനും തുല്യമായിരിക്കും. ഇനി ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഗുരുത്വാകർഷണ ബലം മൂലം ഉണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. അതാണ് ഇപ്പൊ പറഞ്ഞത്. വെയിറ്റ് ഒന്നും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വസ്തുക്കളുടെ മാസം ഒന്ന് നോക്കും. എല്ലാ വസ്തുക്കളും ഭൂമിയിൽ പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് തുല്യമായിരിക്കും. ഇനി ഭൂമിക്ക് യഥാർത്ഥ ഗോളാകൃതി ഇല്ലാത്തതിനാൽ ഭൂമിയുടെ ആരം എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിക്ക് ഇത് എങ്ങനെ ഒരു ജിയോയിഡ് ഷേപ്പാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ആരം കൂടുതൽ, ഈ ഒരു ഭാഗത്ത് ആരം കുറവായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയാണ്? ജിയുടെ മൂല്യം, യഥാർത്ഥ മൂല്യം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എടുക്കുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ്. ധ്രുവപ്രദേശത്താവുമ്പോൾ ഇത് 9.83 ആയിട്ട് മാറും. ഭൂമധ്യരേഖാ പ്രദേശം ആകുമ്പോഴത്തേക്ക് 9.78 മീറ്റർ പെർ സെക്കൻഡ്. ഭൂപ്രതലത്തിലാണെങ്കിൽ 9.8 മീറ്റർ, ചന്ദ്രനിലാണെങ്കിൽ 1.62 മീറ്റർ പെർ സെക്കൻഡ്. വാല്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജിയുടെ മൂല്യം ഭൂപ്രതലത്തിൽ 9.8, അതാണ് നമ്മൾ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ധ്രുവപ്രദേശത്താണെങ്കിൽ 9.83, ഭൂമധ്യരേഖയിലാണെങ്കിൽ 9.8, ചന്ദ്രനിലാണെങ്കിൽ 1.62 മീറ്റർ പെർ സെക്കൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ജിയെ കുറിച്ചുള്ള പ്രോബ്ലംസ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും എന്താണ് ഓരോ ചോദ്യമായിട്ട് വരാം. എല്ലാ പോയിന്റ്സും കൂടെ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമുള്ള താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തു. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, ആർട്ടിഫാക്ട്, NCR, അതല്ലാതെയുള്ള അഡീഷണൽ ഫാക്ട്സ് എല്ലാം കൂടെ ഉൾക്കൊള്ളി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ആ സബ്ജക്ട്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ കറണ്ട് അഫയേഴ്സ് എല്ലാത്തിൻ്റെയും ഇതുപോലെ സോഴ്സും എല്ലാം ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ സോഴ്സും അതിൻ്റെ റിലേറ്റഡ്. ഇനി വരുന്ന LDC ആണെങ്കിലും LGS പരീക്ഷ ഉറപ്പായിട്ടും ഈ ചോദ്യം. കാരണം PSC എന്ന് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇങ്ങനെ റിപ്പീറ്റ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് പോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ആയിട്ടുണ്ട്. മാക്സിമം ഫ്രണ്ട്സ് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയാം. കമൻസിനുള്ള റിപ്ലൈസ് മാക്സിമം കൊടുക്കാറുണ്ട്. സമയം കിട്ടുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ച് ഞാൻ വീഡിയോയിലൂടെ അതിനുള്ള റിപ്ലൈ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന പുതിയ ആളുകളുണ്ട്, ചാനൽ സബ്സ്ക്രൈബ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ.